ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്നൊരു പുതിയ അടിപൊളി വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ വന്നിട്ടുള്ളത് ട്രാവലറിൽ പെണ്ണിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി, അപ്പോൾ അവരെ കൂടെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മാളുവിൻ്റെ വളക്കാപ്പ് പരിപാടിക്കാണ്. അതായത് 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുവരൽ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ റുവ ബേബീനൊക്കെ മാളു ഞങ്ങൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ആദ്യമായിട്ടൊക്കെ കാണുന്നു. അപ്പോൾ അങ്ങനെ വർത്താനൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ റുവ മോൾക്കാണെങ്കിൽ മാളു ഇങ്ങനെ ഒരുങ്ങി നല്ല അടിപൊളി ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ കാണാമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കുടിച്ച് അങ്ങനെ പിന്നെ പുറത്ത് തന്നെയാണ് സ്റ്റേജും സംഭവങ്ങളൊക്കെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ പിന്നെ പുറത്ത് തന്നെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയപ്പോഴാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കുറേ പേരൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. ഞാനപ്പോൾ അവിടെ എത്തിയിട്ടാണ് പിന്നെ പരിചയപ്പെട്ടത്. അങ്ങനെ പിന്നെ നമ്മളെ വളക്കാപ്പ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിൽ മാളും ചെക്കനും സ്റ്റേജിൽ കയറി. ഇനി ഓരോ ഫാമിലീസായിട്ട് വന്നിട്ട് വള ഇട്ട് കൊടുക്കും, പിന്നെ മധുരം വായിൽ വെച്ച് കൊടുക്കും. അങ്ങനത്തെ കുറച്ച് പരിപാടീസാണ്. റുവ ബേബി മാളുവിൻ്റെ അച്ഛനെടുത്തപ്പോൾ അച്ഛൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് കുഴപ്പമില്ലാണ്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്ന്. അല്ലെങ്കിൽ അവൾ വേറെ ആരെങ്കിലും എടുക്കുമ്പോൾ എടുക്കാൻ സമ്മതിക്കില്ല, കരച്ചിലും കാര്യങ്ങളൊക്കെ ഇരിക്കും. അപ്പോൾ നല്ല ബേബിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറിയത്. അങ്ങനെ പിന്നെ നമ്മളും സ്വീറ്റ്സൊക്കെ വായിൽ വെച്ചെടുത്ത് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങി. ഇതൊക്കെ മാളുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ കൂട്ടി കൊണ്ടുപോകലിന് അവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരില്ല, അതൊക്കെയാണ് ഇത്. അങ്ങനെ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ സദ്യ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2 ടൈപ്പ് പായസം ഉണ്ടായിരുന്നു, പരിപ്പും പിന്നെ അടപ്പായസം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഇങ്ങനെ കൈ കഴുകാൻ പോണ സമയത്താണ് ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ പാടാണ് ഇട്ടുള്ളത്. അപ്പോൾ അവിടെ കുറേ താറാവുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അതിനുശേഷം ലാസ്റ്റ് പരിപാടി എന്ന് പറയണത് ഇവർ മാളുവിൻ്റെ ചെക്കൻ്റെ വീട്ടിലുള്ളവർക്ക് ദക്ഷിണ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ
അതിങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കണമെന്നും വീഡിയോ എടുത്തില്ല, ജസ്റ്റ് കുറച്ച് മാത്രം വീഡിയോ എടുത്തുള്ളൂ. അതിനുശേഷം പിന്നെ മാളുവിൻ്റെ അമ്മയും അച്ഛനും കൂടിയിട്ട് മാളുവിന് ജസ്റ്റ് ഇങ്ങനെ ഒരു വള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മാളു എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു കുട്ടി വളക്കാപ്പ് വ്ലോഗ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ലൈഫിൽ ഒരു വളക്കാപ്പിന് കൂടണത്. ഞാനിങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ 7-ാം മാസത്തെ കൂട്ടിക്കൊണ്ടുവരൽ പരിപാടിയാണ് ഉണ്ടാവുക, അല്ലാണ്ട് വളക്കാപ്പ് ഇങ്ങനെ ഈ വളയിടൽ സംഭവങ്ങളും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇവരുടെ ഈ ഒരു പരിപാടിയിൽ കൂടിയപ്പോൾ അതൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഈ ഒരു കുട്ടി സ്വീറ്റ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.